വെൽക്കം ബാക്ക് ടു അന്നാസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തി വറ്റിച്ചതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാകാൻ വയ്ക്കുക. അതിനുശേഷം അതിനകത്തേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. കുറച്ച് ഉലുവ ഒന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ചെറിയുള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത്. എനിക്ക് കഴിച്ചപ്പോൾ അതാ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ചെറിയുള്ളി ആഡ് ചെയ്തു. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ അധികം സ്പൈസി ആക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ മോൾക്ക് കൂടെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചിട്ടിടാം. ഞാനിവിടെ 2 പേസ്റ്റ് ആക്കിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. എന്തൊക്കെ പൊടികളാണെന്ന് നോക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ അതിന് ശേഷം നമുക്ക് ഫിഷ് മസാലയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഞാൻ കുറച്ചൊരു 1/2 ടേബിൾ സ്പൂണോളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം. പിന്നെ മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ സാധാരണ നോർമൽ ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അധികം സ്പൈസി അല്ല, പക്ഷെ നല്ല കളറുണ്ടാവും. അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പൊടി കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ അതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഇതായിട്ട് വരുന്നത് വഴഞ്ഞിട്ട് വരണം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുടംപുളിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 1 ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എത്രത്തോളം ഉപ്പ് വേണോ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ പിന്നെ മത്തി മാരിനേറ്റ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി ഇതിൻ്റെ അകത്ത് മസാലയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അതിൽ പിടിച്ചോളും വറ്റി വരുമ്പോൾ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം തീരുമാനിക്കാം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാനൊരു കുറച്ചൊന്ന് വറ്റിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് വറ്റിക്കണമെങ്കിൽ കുറച്ചും കൂടി സമയം നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇതിട്ടിട്ട് ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല. മത്തി നന്നായിട്ട് പൊടിഞ്ഞു പോകും. ഇതെന്തോ പൊടിഞ്ഞില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ ഇളക്കാൻ പാടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.